ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എസ് ലോഗോസ് കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 31 വാക്യങ്ങൾ. 2. എത്ര ശീർഷകങ്ങളുണ്ട്? 2 ശീർഷകങ്ങൾ. ഏതെല്ലാമാണ് ആ ശീർഷകങ്ങൾ? 1. അവിശ്വസ്തനായ കാര്യസ്ഥൻ. 2. ധനവാനും ലാസറും. മൂന്നാമത്തെ ചോദ്യം, ലൂക്ക 16-ാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം ഏതാണ്? ഉത്തരം അവിശ്വസ്തനായ കാര്യസ്ഥൻ. 4. ഒരു ധനവാന് ആരുണ്ടായിരുന്നു എന്നാണ് ശിഷ്യരോട് യേശു പറഞ്ഞത്? ഉത്തരം ഒരു കാര്യസ്ഥൻ. 5-ാമത്തെ ചോദ്യം, ഒരു ധനവാന് ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം ശിഷ്യരോട്. 6-ാമത്തെ ചോദ്യം, അവിശ്വസ്തനായ കാര്യസ്ഥൻ എന്ന ഉപമയിലെ യജമാനന് ലഭിച്ച പരാതി എന്തായിരുന്നു? ഉത്തരം കാര്യസ്ഥൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു. അതായിരുന്നു യജമാനന് ലഭിച്ച പരാതി. 7. നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? ലൂക്ക 16:2 പ്രകാരം ഇത് ആര് ആരോട് ചോദിച്ചതാണ്? ഉത്തരം യജമാനൻ കാര്യസ്ഥനോട് ചോദിച്ചു. 8-ാമത്തെ ചോദ്യം, 16:2 അനുസരിച്ച് അവിശ്വസ്തനായ കാര്യസ്ഥനോട് യജമാനൻ എന്താണ് ആവശ്യപ്പെട്ടത്? ഉത്തരം നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. 9. മേലിൽ നീ ആരായിരിക്കാൻ പാടില്ല എന്നാണ് യജമാനൻ അവിശ്വസ്തനായ കാര്യസ്ഥനോട് പറഞ്ഞത്? ഉത്തരം മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. 10. 16:3 അനുസരിച്ച് അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ആത്മഗതം എന്തായിരുന്നു? ഉത്തരം യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്നും എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും? 12. അവിശ്വസ്തനായ കാര്യസ്ഥന് ശക്തിയില്ലാത്തത് എന്തിനാണ്? ഉത്തരം കിളയ്ക്കാൻ. 13. അവിശ്വസ്തനായ കാര്യസ്ഥന് ലജ്ജ തോന്നുന്നത് എന്തിനാണ്? ഉത്തരം ഭിക്ഷ യാചിക്കാൻ. 14. കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷ യാചിക്കാൻ ലജ്ജ തോന്നുന്നു. ഇങ്ങനെ ആത്മഗതം ചെയ്യുന്നത് ആരാണ്? ഉത്തരം അവിശ്വസ്തനായ കാര്യസ്ഥൻ. 15. ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എപ്പോൾ? ഉത്തരം യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്നും എടുത്തു കളയുമ്പോൾ. 16. ലൂക്ക 16:5 അനുസരിച്ച് കാര്യസ്ഥൻ എന്താണ് ചെയ്തത്? ഉത്തരം യജമാനനിൽ നിന്നും കടം വാങ്ങിയവരെ ഓരോരുത്തരെയായി അവൻ വിളിച്ചു. 17. യജമാനനിൽ നിന്നും കടം വാങ്ങിയവരെ ഓരോരുത്തരെയായി വിളിച്ചത് ആരാണ്? ഉത്തരം കാര്യസ്ഥത തന്നിൽ നിന്നും എടുത്തു കളയപ്പെടുമോ എന്ന് ഭയപ്പെട്ട കാര്യസ്ഥൻ. 18. യജമാനനിൽ നിന്നും കടം വാങ്ങിയ ഒന്നാമനോട് കാര്യസ്ഥൻ എന്താണ് ചോദിച്ചത്? ഉത്തരം നീ എൻ്റെ യജമാനന് എന്തു കൊടുക്കാനുണ്ട്? 19. യജമാനനിൽ നിന്നും കടം വാങ്ങിയ ഒന്നാമൻ
കാര്യസ്ഥനോട് പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഉത്തരം 100 ബത്ത് എണ്ണ കൊടുക്കാനുണ്ട്. 20 യജമാനനിൽ നിന്നും കടം വാങ്ങിയ ഒന്നാമനോട് കാര്യസ്ഥൻ എന്താണ് പറഞ്ഞത്? ഉത്തരം ഇതാ നിന്റെ പ്രമാണം എടുത്ത് 50 ബത്ത് എണ്ണ എന്ന് തിരുത്തി എഴുതുക. 21 കാര്യസ്ഥൻ മറ്റൊരുവനോട് ചോദിച്ചത് എന്തായിരുന്നു? ഉത്തരം നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? 22 16:7 പ്രകാരം മറ്റൊരുവൻ യജമാനന് എന്ത് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം 100 കോർ ഗോതമ്പ്. 23 മറ്റൊരുവനോട് പ്രമാണമെടുത്ത് എങ്ങനെ തിരുത്തി എഴുതാനാണ് കാര്യസ്ഥൻ പറഞ്ഞത്? ഉത്തരം 80 കോർ എന്ന്. 24 നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ. 25 എങ്ങനെയുള്ള കാര്യസ്ഥനെയാണ് യജമാനൻ പ്രശംസിച്ചത്? ഉത്തരം നീതിരഹിതനായ കാര്യസ്ഥനെ. 26 ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ആരേക്കാൾ ബുദ്ധിശാലികളാണ്? ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ആരേക്കാൾ ബുദ്ധിശാലികളാണ്? ഉത്തരം വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ. 27 വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളായിട്ടുള്ളത് ആരാണ്? ഉത്തരം ഈ യുഗത്തിൻ്റെ മക്കൾ. 28 ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ് എന്ന് യേശു പറഞ്ഞത് ആരോടാണ്? ഉത്തരം ശിഷ്യരോട്. 29 എങ്ങനെയുള്ള സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം അധാർമിക സമ്പത്ത് കൊണ്ട്. 30 അധാർമിക സമ്പത്ത് നിങ്ങളെ കൈവെടിയുമ്പോൾ ആരാണ് നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കുന്നത്? ഉത്തരം അധാർമിക സമ്പത്ത് കൊണ്ട് സമ്പാദിച്ച സ്നേഹിതർ. 31 ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും ഡാഷ് ആയിരിക്കും. ഉത്തരം വിശ്വസ്തനായിരിക്കും. 32 ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും ഡാഷ് ആയിരിക്കും. ഉത്തരം അവിശ്വസ്തനായിരിക്കും. 33 യഥാർത്ഥ ധനം നിങ്ങളെ ഏൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് 16:11 പറയുന്നത്? ഉത്തരം അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കണം. 34 നിങ്ങൾ എങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് നൽകും എന്നാണ് 16:12 പറയുന്നത്? ഉത്തരം മറ്റൊരുവൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ. മറ്റൊരുവൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് നൽകും? 35 ഒരു ഭൃത്യന് ആരെ സേവിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് 16:13 പറയുന്നത്? ഉത്തരം 2 യജമാനന്മാരെ. 36 2 യജമാനന്മാരുള്ള ഒരു ഭൃത്യൻ ഒരുവനെ സ്നേഹിക്കുമ്പോൾ മറ്റൊരുവനെ എന്തു ചെയ്യും? ഉത്തരം ദ്വേഷിക്കും. 37 2 യജമാനന്മാരുള്ള ഒരു ഭൃത്യൻ ഒരുവനോട് ഭക്തി കാണിക്കുമ്പോൾ മറ്റവനെ എന്തു ചെയ്യും? ഉത്തരം നിന്ദിക്കും. 38 എന്തിനെയെല്ലാമാണ് ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് യേശു പറയുന്നത്? ഉത്തരം ദൈവത്തെയും ധനത്തെയും. ദൈവത്തെയും ധനത്തെയും നിങ്ങൾക്ക് ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല എന്നാണ് യേശു പറഞ്ഞത്. 39
16-14 പ്രകാരം യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പുച്ഛിച്ചത് ആരാണ്? ഉത്തരം പണക്കൊതിയരായ ഫരിസേയർ. 40 ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കാൻ യേശു പറഞ്ഞ ഉപമ ഏതാണ്? ഉത്തരം ഒരേ സമയം 2 യജമാനന്മാരുള്ള ഭൃത്യൻ്റെ ഉപമ. 41 ഫരിസേയർ ആരുടെ മുമ്പിലാണ് അവരെ തന്നെ നീതീകരിക്കുന്നത്? ഉത്തരം മനുഷ്യരുടെ മുമ്പിൽ. 42 മനുഷ്യരുടെ മുമ്പിൽ നീതീകരിക്കുന്നവരുടെ ഹൃദയങ്ങൾ അറിയുന്നത് ആരാണ്? ഉത്തരം ദൈവം. 43 മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ആരുടെ ദൃഷ്ടിയിലാണ് നികൃഷ്ടമായിട്ടുള്ളത്? ഉത്തരം ദൈവത്തിൻ്റെ ദൃഷ്ടി. 44 എന്താണ് യോഹന്നാൻ വരെ ആയിരുന്നു എന്ന് 16:16 പറയുന്നത്? ഉത്തരം നിയമവും പ്രവാചകന്മാരും. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു എന്ന്. 45 നിയമത്തിനും പ്രവാചകന്മാർക്കും ശേഷം എന്താണ് പ്രസംഗിക്കപ്പെടുന്നത്? ഉത്തരം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. 46 എല്ലാവരും എവിടെയാണ് ബലം പ്രയോഗിച്ച് പ്രവേശിക്കുന്നത്? ഉത്തരം ദൈവരാജ്യത്തിൽ. 47 നിയമത്തിൻ്റെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം എന്താണ്? ഉത്തരം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നത്. 48 നിയമത്തിലെ എന്ത് അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാവുന്നതാണ്? ഉത്തരം ഒരു പുള്ളിയെങ്കിലും. 49 ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവനും ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും ചെയ്യുന്നത് എന്താണ്? ഉത്തരം വ്യഭിചാരം. 50 ധനവാനും ലാസറും എന്നത് ലൂക്കായുടെ 16-ാം അധ്യായത്തിലെ എത്രാമത്തെ ശീർഷകമാണ്? ഉത്തരം 2-ാമത്തെ ശീർഷകം. 51 ധനവാനും ലാസറും എന്ന ഉപമ രേഖപ്പെടുത്തിയ ഏക സുവിശേഷം ഏതാണ്? ഉത്തരം ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ. 52 ധനവാനും ലാസറും എന്ന ഉപമയിലെ ധനവാന്റെ വസ്ത്രം എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം ധനവാൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളുമാണ് ധരിച്ചിരുന്നത്. 53 ധനവാന്റെ ജീവിത രീതി എങ്ങനെയായിരുന്നു? ഉത്തരം ധനവാൻ സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കും. അതായിരുന്നു ധനവാന്റെ ജീവിത രീതി. 54 ധനവാന്റെ പടിവാതിൽക്കൽ കിടന്നിരുന്ന ദരിദ്രൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം ലാസർ. 55 ദരിദ്രനായ ലാസർ കിടന്നിരുന്നത് എവിടെയാണ്? ഉത്തരം ധനവാന്റെ പടിവാതിൽക്കൽ. 56 ലാസറിൻ്റെ ശരീരം നിറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം വ്രണങ്ങൾ കൊണ്ട്. 57 ആരുടെ ശരീരമാണ് വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നത്? ഉത്തരം ലാസറിൻ്റെ ശരീരം. 58 ലാസർ എങ്ങനെ വിശപ്പടക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്? ഉത്തരം ധനവാന്റെ മേശയിൽ നിന്നും വീണിരുന്നവ കൊണ്ട്. 59 നായ്ക്കൾ ലാസറിൻ്റെ അടുത്ത് വന്ന് എന്താണ് ചെയ്തിരുന്നത്? ഉത്തരം വ്രണങ്ങൾ നക്കുമായിരുന്നു. 60 ലാസർ മരിച്ചപ്പോൾ അവനെ അബ്രഹാത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചത് ആരാണ്? ഉത്തരം ദൈവദൂതന്മാർ. 61 ലാസർ മരിച്ചപ്പോൾ ദൈവദൂതന്മാർ വന്ന് അവനെ എവിടേക്കാണ് സംവഹിച്ചത്? ഉത്തരം അബ്രഹാത്തിൻ്റെ മടിയിലേക്ക്.
62 16:22 അനുസരിച്ച് ധനവാനും ലാസറും എന്ന ഉപമയിലെ ധനവാന് എന്താണ് സംഭവിച്ചത്? ഉത്തരം: ധനവാൻ മരിച്ചു. 63 ചോദ്യം. 16:23 പ്രകാരം ധനവാൻ പീഡിപ്പിക്കപ്പെട്ടത് എവിടെ വച്ചാണ്? ഉത്തരം: നരകത്തിൽ വച്ച്. 64 നരകത്തിൽ നിന്നും കണ്ണുകൾ ഉയർത്തി നോക്കിയ ധനവാൻ എന്താണ് കണ്ടത്? ഉത്തരം: ദൂരെ അബ്രഹാത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. 65 ദൂരെ അബ്രഹാത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ട ധനവാൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? ഉത്തരം: പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ. 66 എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ എങ്ങനെ അയക്കണമേ എന്നാണ് ധനവാൻ അബ്രഹാത്തോട് അപേക്ഷിച്ചത്? ഉത്തരം: വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി ലാസറിനെ അയക്കണമേ എന്ന്. 67 താൻ എവിടെ കിടന്ന് യാതന അനുഭവിക്കുന്നു എന്നാണ് ധനവാൻ അബ്രഹാത്തോട് പറഞ്ഞത്? ഉത്തരം: അഗ്നിജ്വാലയിൽ കിടന്ന്. 68 ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം: ധനവാൻ പിതാവായ അബ്രഹാത്തോട് പറഞ്ഞത്. 69 നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ഇത് ആരെ ഓർമ്മിപ്പിച്ചതാണ്? ഉത്തരം: പിതാവായ അബ്രഹാം വേദന അനുഭവിക്കുന്ന ധനികനെ ഓർമ്മിപ്പിച്ചത്. 70 ലാസർ ഇപ്പോൾ ഇവിടെ ആനന്ദിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പിതാവായ അബ്രഹാം പറഞ്ഞത്? ഉത്തരം: ലാസർ ജീവിതകാലത്ത് വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചതുകൊണ്ട്. 71 ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ എന്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പിതാവായ അബ്രഹാം ധനവാനോട് പറഞ്ഞത്? ഉത്തരം: ഒരു വലിയ ഗർത്തം. 72 ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഉത്തരം: നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട്. 73 അങ്ങനെയെങ്കിൽ ലാസറിനെ എവിടേക്ക് അയക്കണമേ എന്നാണ് ധനവാൻ അബ്രഹാത്തോട് അപേക്ഷിച്ചത്? ഉത്തരം: ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന്. 74 ധനവാന് എത്ര സഹോദരന്മാരുണ്ട് എന്നാണ് 16:28 പറയുന്നത്? ഉത്തരം: 5 സഹോദരന്മാർ. 75 ധനവാന്റെ സഹോദരന്മാരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് ലാസർ എന്ത് ചെയ്യട്ടെ എന്നാണ് ധനവാൻ പറഞ്ഞത്? ഉത്തരം: ലാസർ അവർക്ക് സാക്ഷ്യം നൽകട്ടെ എന്ന്. 76 16:29 അനുസരിച്ച് ധനവാന്റെ സഹോദരന്മാർക്ക് ആരുണ്ടല്ലോ എന്നാണ് അബ്രഹാം പറഞ്ഞത്? ഉത്തരം: അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്ന്. 77 ധനവാന്റെ സഹോദരന്മാർ ആരുടെ വാക്ക് കേൾക്കട്ടെ എന്നാണ് അബ്രഹാം പറഞ്ഞത്? ഉത്തരം: മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ. 78 സഹോദരന്മാർ ആര് പറഞ്ഞാൽ അനുതപിക്കുമെന്നാണ് ധനവാൻ പറഞ്ഞത്? ഉത്തരം: മരിച്ചവരിൽ ഒരുവൻ ചെന്നു പറഞ്ഞാൽ. 79 മോശയും പ്രവാചകന്മാരും പറയുന്നത് സഹോദരന്മാർ കേൾക്കുന്നില്ലെങ്കിൽ ആര് പറഞ്ഞാലും അവർക്ക് ബോധ്യമാവുകയില്ല എന്നാണ് അബ്രഹാം പറഞ്ഞത്? ഉത്തരം: മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല എന്ന്.
80-ാമത്തെ ചോദ്യം. മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം അബ്രാഹത്തിൻ്റെ വാക്കുകൾ. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്ക് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്നും പഠിക്കുവാനുള്ളത്. നമുക്ക് നന്നായി പഠിക്കാം, നല്ലവണ്ണം ലോഗോസ് പരീക്ഷ എഴുതാം. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.